എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അതിസുന്ദരമായ കോൺഗ്രസ് ലോകത്തേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം കാലടി പഞ്ചായത്തിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഈ ബോർഡിലുള്ളത്. ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, കേട്ടാലോ? നല്ല പൈസ ചെലവാക്കിണ്ട്. ഇതെന്താ നിങ്ങൾ എല്ലാ പിടുത്തങ്ങൾക്ക് കിട്ടിയ? കോൺഗ്രസിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര തല്ലാണ്. അതൊരു പരസ്യമായിട്ടുള്ള അടിപ്പെടയൊന്നുമല്ല കേട്ടോ. ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഗംഭീര ഫൈറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടാണ്. 3 പേരാണ് മുഖ്യമന്ത്രി പദം കാത്തോണ്ടിരിക്കുന്നത്, നമുക്കറിയാം. ഒന്ന് RC ആണ്, പിന്നൊന്ന് KC ആണ്, ഒന്ന് VD ആണ്. എന്നാലും VD ആക്കണോ KC ആക്കണോ എന്നുള്ളപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച RC നിശബ്ദനാണ്. എന്തായാലും KC ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധാകരൻ പക്ഷം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. KC ആക്കണം, KC ആണ് മുഖ്യമന്ത്രിയാകാൻ നല്ലത്. കൃത്യമായിട്ടൊക്കെ നിലപാടെടുക്കാൻ ഏറ്റവും നല്ല വിവരമുള്ള ഒരു മനുഷ്യൻ KC വേണുഗോപാലാണ് എന്നാണ് ഇപ്പോൾ സുധാകരനൊക്കെ പറയുന്നത്. VDക്ക് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്നൊരു നിലപാടുണ്ടാവുക എന്ന പരിപാടിയൊന്നും ആർക്കില്ല, നമ്മുടെ VDക്കില്ല എന്നാണ് സുധാകരൻ പക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ശക്തമായ തല്ലൊക്കെ നടന്ന ഒരു സമയത്താണ് വാ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന് വേണ്ടി ഒരു പാട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. കാണുക, ലോകമറിയണ പേര്. ആഹ്, അടിപൊളി കേട്ടോ, അടിപൊളി പാട്ട്, പൊളി അല്ലേ? യുവാക്കളൊക്കെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന പാട്ട്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ വാ വാ എന്നൊക്കെ പറയട്ടെ, ആളുകൾക്കൊക്കെ പാടാൻ തോന്നുന്ന രീതിയിലാണ് ഈ പാട്ടൊക്കെ ഉണ്ടാക്കി. എന്തായാലും കോൺഗ്രസ് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണെങ്കിലും ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുക, വയനാട്ടിലേക്ക് വീട് കൊടുക്കുക, അവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ പഠിപ്പൊക്കെ ഏറ്റെടുക്കുക എന്നീ പറയുന്ന പരിപാടികളൊക്കെ ഏറ്റെടുക്കലൊക്കെ വലിയ പ്രയാസമാണെങ്കിലും ഇങ്ങനെ സ്വന്തം നേതാക്കളെ, ഇഷ്ടമുള്ള നേതാവിനെ അധികാരത്തിന്റെ ഏറ്റവും തലപ്പത്തേക്ക് എത്തിക്കുക, അത് കണ്ട് സന്തോഷിക്കുക, തന്റെ പക്ഷത്തുള്ള ആളുകളൊക്കെ എത്തിക്കുക. ഫോർ എക്സാമ്പിൾ എന്റെ പേര് സനൂപ് താവോ എന്നാണ്, എന്റെ S ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ S-ന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, കോൺഗ്രസ്, എന്നിട്ട് അതിന് നേതാവിനുണ്ടാക്കുക, ആ നേതാവിനെ ഏറ്റവും തലപ്പത്തിക്കുക. ഈ പരിപാടിയിലൊക്കെ ഒരു നമ്പർ 1 ആണ്. എന്തായാലും പാട്ട് കേൾക്കണം, അടിപൊളി. മുസ്ലിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം, അമ്മമാരെ സഹായിക്കുന്ന ചിത്രം, സഹോദരിമാരെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യം, ആളുകളിടയിൽ പ്രവർത്തിക്കുന്ന ദൃശ്യം അടിപൊളിയാണ്. ഒരമ്മമ്മയെ അത് തലോടുന്ന ദൃശ്യം, തലൈവാ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗംഭീര പാട്ട്, ഒരു രക്ഷയില്ല. അതേസമയം VD സതീശനെ ലൈവാക്കാൻ വേണ്ടിയിട്ട് അണികളൊക്കെ ഗംഭീരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവർ കുറ്റം പറയാൻ സാധിക്കില്ല. ഇവിടെ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് 4 മുദ്രാവാക്യം വിളിക്കണ്ടേ? ഒരു മുദ്രാവാക്യം കേൾക്കാം. ഈ പ്രതിപക്ഷ നേതാവിന് മുദ്രാവാക്യം വിളിച്ചുള്ള സമയത്ത് തൊട്ടപ്പുറത്ത് മന്ത്രി രാജീവ് ഉണ്ട്. രാജീവ് ഇതൊക്കെ നോക്കിക്കോ, എന്തുവാണ് ഈ കാണുന്നത്? എന്താണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ എന്താ പറ്റിയത്? സത്യം പറഞ്ഞ ചെറിയൊരു നാണക്കേട് VD സതീശന് ഉണ്ടായോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം എന്റെ അണികളൊന്നും ഉണ്ടായിരിക്കും, സ്വൈര്യം തരും എന്നൊക്കെ പറയുന്നുണ്ട്, കേൾക്കൂ. അപ്പൊ ഇതിന് രാജീവ് മന്ത്രി പോയി കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കുന്നു, ആകർഷിക്കുന്നു.
എന്തൊക്കെ കാണണം ഒരു ജീവിതം അങ്ങോട്ട് തീരണമെങ്കിൽ. ഭാവി മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുകയാണ്. സംഗതി ഇതിനു വേണ്ടിയിട്ടാണ്, വേറൊന്നല്ല. ഒരു ഓളം ഉണ്ടാക്കണം. VD സതീശൻ ചേട്ടനാണ് കേരളത്തിന് പറ്റിയൊരാള് എന്ന രീതിയിൽ ഓളം ഉണ്ടാക്കണം. തൊട്ടപ്പുറത്ത് എന്താ പറയാ പാട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ആരനെ വാ വാന്നാണ്, അതായത് എവിടേക്ക് വാ, മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കാൻ വാ എന്റെ KC വേണുഗോപാലൻ സാറേ എന്നാണ് തൊട്ടപ്പുറത്ത്. ഇപ്പുറത്താച്ചെങ്കില് ഒരു മന്ത്രി അതിനെ പോകുന്നുണ്ട്. ആ മന്ത്രിക്ക് പോലും കൊടുക്കാത്തത്ര സ്വീകരണമാണ് ഇവിടെ VD സതീശൻ ചേട്ടൻ കിട്ടുന്നത്. ഗംഭീര മുദ്രാവാക്യം വിളി എല്ലാം എന്തിനു വേണ്ടിയിട്ടാ, ഭാവി മുഖ്യമന്ത്രിയാ. സേതു, ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാടെന്നുള്ളതും മുഖ്യമന്ത്രിയുടെ പേരുകൾ ചൊല്ലിയുള്ള തർക്കങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന VD സതീശന്റെ ചിത്രവും പേരുമെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ഇന്നലെ രാത്രി ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. അരെ VD സതീശൻ ചേട്ടൻ അപ്പൊ ഭാവി മുഖ്യമന്ത്രിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ, എന്തൊക്കെ കളിക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന മെനക്കെടൊന്നും LDFനില്ല അല്ലയോ. അതിൻ്റെ ഒപ്പം ഒരല്പം സന്തോഷം ഉണ്ടാക്കിയൊരു വാർത്ത കൂടി ഉണ്ട്. ഒരു BJP നേതാവിനെ നാട്ടുകാര് ബൂത്തിൽ നിന്ന് തല്ലി ഓടിക്കുന്ന ദൃശ്യം. പശ്ചിമ ബംഗാളിലാണ് BJP സ്ഥാനാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നു ശുഭേന്ദു ശേഖർ. അല്ല പടച്ചനെ, കൊടുപ്പ് നോക്കും മക്കളെ, എജാതി പെടയാണ്. അയാൾ ജീവിതത്തിൽ അങ്ങനത്തെ അടി അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ പെടക്കന്നെ നാട്ടുകാർ ആ കൊടുക്കണ അയ്യോ ആ അപ്പ ഇങ്ങനൊക്കെ അടിക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഒരു നേതാവല്ലേ, ഒരു BJP നേതാവല്ലേ, ഇങ്ങനൊക്കെ അടിക്കാൻ പാടുണ്ടോ? ഞാൻ അതിന് അംഗീകരിക്കുന്നില്ല കേട്ടോ. ആരായാലും ഇങ്ങനൊക്കെ സ്വന്തം നാട്ടുകാരായിട്ട് ഇങ്ങനെ പടക്കുക, അത് ഒരു BJPക്കാരതിൻ്റെ പേരിലൊക്കെ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമാണ്. സുഹൃത്തുക്കളെ, ബൈ.